വന്ന് ടായ്പൻ എന്ന് പറഞ്ഞാൽ പോലെ ലോഗോ ടായ്പൻ. ഇന്നലെ പാലക്കാട് ഒരു പരിപാടിക്ക് പോയി. പാലക്കാട് പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും കുഴപ്പമില്ല, കുറേ നേരം ഇങ്ങനെയൊക്കെ നടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്തടാവേ ആ വലത്തെ കാല് കണ്ടില്ലേ, അപ്പോൾ ആ കാല് മടക്കി വെച്ചേക്കണണ്ട. ഇന്നലെ പുള്ളി അത് മടക്കണില്ല, പുള്ളി ഇങ്ങനെ വലിച്ച് നടക്കുക. അപ്പോൾ അത്ര നേരം നടന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, യാതൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ചിട്ട് ഇതിനിപ്പോൾ യാതൊരു വിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഇല്ലാണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ അവിടെ പാലക്കാട് പോയിട്ട് അവൻ ആ പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാല് വലിച്ച് നടക്കണം, വലത്തെ കാലേ നട വലിച്ച് നടക്കുക. ഈശ്വര, ഇതിപ്പോൾ എന്താ ഉണ്ടായത്, ഇതിപ്പോൾ നട വലിച്ച് കിടക്കണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി കഴിഞ്ഞ് വണ്ടി കയറ്റാൻ പോയിപ്പോണ്ട് അവൻ്റെ കാലിനൊരു കുഴപ്പമില്ല, ഓടി പോയി വണ്ടി കയറി. അപ്പോൾ ഇത് ഇവൻ്റെ കൂട്ടായിപ്പാണ്. ഇവൻ കുറേ നേരം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വക പരിപാടിയൊക്കെ കാണിക്കൂട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരായാലും ആൾക്കാരായാലും ഇതൊരു പരിപാടിക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടക്കി ഈ സാധനം ഈ കാലിങ്ങനെ മടക്കി. ഇന്നലെ ഇവന് മടക്കാൻ വയ്യ, ഇവൻ ഇന്നലെ കാല് പൊന്തിക്കണില്ല. ഇവന് ഒരു എടാ പോകടാ, ഇത് നോക്കിയേ മടക്കാൻ, ഇത് മടക്കാനി ഇതുണ്ട്. ഇപ്പോൾ എല്ലാം കുഴപ്പമുണ്ടോ നോക്കിയേ. ഇന്നലെ രാത്രി വണ്ടി കയറണ വരെ ഒരു അരമണിക്കൂർ വലിച്ച് നടക്കുക. അപ്പം നമ്മുടെ പാലക്കാലത്തെ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു, ചേട്ടാ ഇതിപ്പോൾ എന്താ ഇങ്ങനെ വലിച്ചിറക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തമ്പരാനറിയാമെന്ന് പറഞ്ഞു. നിലവിൽ ഇതിനിപ്പോൾ പാതരോഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. എല്ലാ പാതരോഗം കാര്യങ്ങളും അസുഖങ്ങളൊക്കെ മാറി കിട്ടി. ഇതൊക്കെ സഹായിച്ചിട്ട് അമരത്ത് ഒരു ഉണ്ടാകുന്നു നടക്കി 15 വർഷമായിട്ട് പാതരോഗം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. അപ്പോൾ അങ്ങനെ പിള്ളേരുകൾ ഇപ്പം എനിക്ക് PML വന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക, ചേട്ടാ നടക്കി എന്താ പറ്റിയെന്ന്. നടക്കൊന്നും പറ്റിയിട്ടില്ല, ഇവൻ്റെ കൂട്ടായ്പാണ്. ഞാനും പേടിച്ചു, എനിക്കറിയില്ലല്ലോ ഇപ്പോൾ കൂട്ടായ്പ കാണിക്കണമെന്നുള്ളത്. ഇതിപ്പോൾ 3-4 സ്ഥലത്ത് ഇതേപോലെ തന്നെ പോയ സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നടന്ന് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പരിപാടി എന്താണെന്നറിയോ, ആ കാല വലിച്ച് നടക്കുക. അപ്പോൾ പിള്ള വിചാരം അപ്പം നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന. അപ്പോൾ ഇത് എൻ്റെ കൂട്ടായ്പ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കണ്ട പിള്ളേർക്ക് അവർ എൻ്റെ സബ്സ്ക്രൈബർ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി കണ്ടത് ഈ നടാ ഇത് മടക്കാനി ഇങ്ങോട്ട് പോക്കടാണ്ട് എന്താ ഇപ്പോൾ ഇവന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയേ. എന്താ അവൻ തറിയിൽ വന്നു, അവൻ്റെ അസുഖങ്ങളൊക്കെ മാറി. വേട്ടാവളിയനായിട്ട് വരുന്നേ, ഭയങ്കര കുരുത്തക്കേടായിട്ട് വരുന്നത്. 1-2 കുരുത്തക്കേടല്ല, വലിയ കുരുത്തക്കേടുകളപ്പോൾ കയ്യിൽ ചെക്കൻ്റെ. ഞാനാണെങ്കിൽ അങ്ങ് പേടിച്ച് ടെൻഷൻ അടിച്ച് ഇല്ലാണ്ടായി. ഇത് വണ്ടി കയറ്റാൻ നേരത്തെ അവന് ഒരു കുഴപ്പമില്ല. ഡാ ഉടായിപ്പാ കേൾക്കണ്ട നീ, അതൊന്നും കേൾക്കില്ല. പാവാനെയാട്ടോ ഇത് പ്രാക്ക്. ഇങ്ങനത്തെ നാളെ അത് നമ്മുടെ മക്കളുടെ കയറൊന്നും അറിയാൻ പറ്റുന്നില്ല, എന്തായാലും ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. എന്നാലും എനിക്ക് കണ്ടിടത്തോളം ഇതൊരു ഫുള്ള് ടൈപ്പനാണ്. ടൈപ്പ് പരിപാടികൾ പുള്ളിയിൽ കുറേ ഉണ്ട്, അത് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല ആളെ കൊണ്ട്. അപ്പോൾ ഇനി പരിപാടിക്കൊക്കെ വരികയാണെങ്കിൽ ആൾ കാലിങ്ങനെ വലിച്ചൊക്കെ നടക്കും, അതൊന്നും വിചാരിക്കേണ്ട. അതിന് യാതൊരു വക കുഴപ്പമില്ല. അങ്ങനെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പരിപാടി എടുക്കില്ല. ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണ ഒരു കേസല്ല അത്, എന്ന് വെച്ചാൽ ജീവിക്കാൻ പൈസ വേണം. അപ്പോൾ പാലക്കാടത്തെ കുറേ പിള്ളേരുകൾ എനിക്കിങ്ങനെ PML മെസ്സേജ് കൊണ്ടിരിക്കുക, ചേട്ടാ ഇന്നലെ ആനനെ കണ്ടിരുന്നു പാലക്കാട്, ആന കാല് വലിച്ച് നടക്കണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല കേട്ടോ, അതെ ഇവിടെ നിൽക്കുന്നുണ്ട്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആ പിള്ളേരെ അല്ല ഓരോരുത്തർക്കും ഇങ്ങനെ മെസ്സേജ് അയക്കണൊക്കെ വേദം